അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാലമായിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ശർക്കരടി പഞ്ചസാരടി ജിലേബിയാണ്. ഞാനിതാ ശർക്കരയുടെ ഒരു ജിലേബിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗിവി പ്രീമിയം ഔട്ട്ലെറ്റ് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. പിന്നെ മുതലാളിമാരൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇതിന്റെ മുതലാളിമാരട്ടോ. കുറച്ച് സമയമുള്ളെങ്കിലും കുറച്ച് സമയം കൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും കമ്പനി ആയിട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഇവിടുന്ന് പോകുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ആൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം കാണണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പോവാന്നുള്ളത് മാത്രം. ഇൻഷാല്ലാ എന്തായാലും തിരിച്ചു തരണം. തിരിച്ചു വരും. ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ. എന്തായാലും തിരിച്ചു തരണം. ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽക്കാച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത വേക്കൻസി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പാലക്കാട് നിന്നും ഷൊർണൂരിൽ നിന്നും. അപ്പോൾ നമുക്ക് നേരെ വേങ്ങരക്കുള്ള ബസ് കാര്യങ്ങളൊക്കെ വെച്ച് നടക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനല്ല കേട്ടോ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡാണ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് പോകേണ്ട ബസ്സൊക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്റ്റെയറൊക്കെ കടന്നിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേണം ബസ്സൊക്കെ കയറിയിട്ട് നേരെ മിന്നാനായിട്ട്. കാണുന്ന ബസ്സിലാണ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയത് കേട്ടോ. ഇതാണ് വേങ്ങര എന്ന് പറയുന്ന സ്ഥലം. അതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വിളിച്ച ആളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ എവിടെയാണ് പോകേണ്ടത്, ഇനി ഇവിടുന്ന് പോകണോ ഒരു പിടുത്തമല്ല. എൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകട്ടോ. ഇതാണ് സ്പോട്ട് വരുന്നത്. ഒരു ബസ് സ്റ്റാൻഡൊക്കെ കണ്ടു. എന്തോ ഒരു തമിഴ്നാടൊക്കെ പോയൊരു ഫീല്. തമിഴ്നാടൊക്കെ ബസ് സ്റ്റാൻഡുകൾ ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. പൊള്ളാച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ കഴിയും. സൈഡ് നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ താഴോട്ടുള്ള റോഡ്. അപ്പോൾ അവിടെ എന്തോ ഒരു കിവി ഐസ്ക്രീമിൻ്റെ ബോർഡ് കാണും. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുള്ളത്. നല്ല രസമാട്ടോ ഈ മലപ്പുറം ജില്ലയിലൂടെ ഈ ഓരോ സ്ഥലങ്ങളിലൂടെ അങ്ങനെ നടക്കാനായിട്ട്. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഒരു തെക്കൻ കേരളത്തിൽ കുറേ കാലം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ഈ എന്താ പറയുക മലബാർ സൈഡിലേക്കൊക്കെ വരുമ്പോൾ അതിന് പെട്ടെന്നുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നേരെ മറിച്ച് ഞാനിവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല രസമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാലമായിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ശർക്കരടി പഞ്ചസാരടി ജിലേബിയാണ്. ഞാനിതാ ശർക്കരയുടെ ഒരു ജിലേബി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ കാലം ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട്. ഈ ഞങ്ങളൊക്കെ നാട്ടിൽ പൂരങ്ങളും ഉത്സവങ്ങളും നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പലഹാരമാണ്. ഇതിനെന്താ എല്ലാ നാട്ടിലും പറയാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഒരുപാട് കാലങ്ങൾ കഴിച്ചു. ഇതൊന്ന് പെടച്ചേക്കാം, ഒന്നിനെ കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ട പോലെ പറയണമല്ലോ. ഈ ഒരു നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നാടിൻ്റെ മാത്രമല്ല മലപ്പുറം ജില്ലയുടെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് കേട്ടോ പറന്നുകൊണ്ടിരിക്കുന്നത്. നല്ല റഷായിട്ടുള്ളൊരു ടൈമാണ്, ഈവനിങ് ആണ് വേങ്ങര ടൗണ്. പക്ഷേ ഇവിടെ അലമ്പായിട്ട് ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏത് നട്ടപ്പാതിരൊക്കെ ഇവിടെ ഇറങ്ങി നടന്നോ അലമ്പായിട്ട് ഒരാളെ പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീവറേജോ അല്ലെങ്കിൽ ബാറോ ഒന്നും ഇല്ല. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാലും പെർമിഷൻ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. തുടങ്ങിക്കഴിഞ്ഞാലും അതിനും മാത്രം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. നശിക്കാനായിട്ട് നടക്കുന്ന ആളുകളല്ല. ഇവരെല്ലാവരും സ്വബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇപ്പോൾ എറണാകുളത്തിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എറണാകുളം നൈറ്റ് ലൈഫൊക്കെ എടുത്ത സമയത്ത് നമ്മൾ കാണുന്നവർ മൊത്തം എന്താ പറയുക അബോധാവസ്ഥയിൽ നടക്കുന്ന ആളുകളാണ്. അവിടെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ ഒന്നിന് പുറമെ ഒന്നായിട്ട്. ഞാനൊന്നും എന്താ പറയുക ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് പറയുന്നൊന്നുമില്ല. എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ. അല്ലാതെ വേറെ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാൻ നിൽക്കരുത്. ഈ ഒരു മലപ്പുറത്തിന് ഞാൻ കുറേ പൊക്കി അങ്ങോട്ട് പറയുന്ന കേസൊന്നുമല്ല. എല്ലാവരും സ്വബോധത്തിൽ നടക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും നട്ടപ്പാതിരൊക്കെ ഇറങ്ങി നോക്കാം. ഒരാളെന്ന് അലമ്പായിട്ട് കാണട്ടെ. അലമ്പായിട്ടുള്ള കോലത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്.
ഒരു റോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവിടെ എല്ലാവരും സ്വഭാവത്തിലാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറെ ഒന്നും പറയാനല്ല എൻ്റെ പൊന്നു മക്കളെ. ഗുഡ് മോർണിംഗ് മലപ്പുറം വേങ്ങര. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് ഏകദേശം 6 ദിവസമായിട്ടോ. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇനി 4 ദിവസം കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ 6 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്, നല്ല വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ നടക്കില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ജോലിയിൽ കമ്മിറ്റഡ് ആവുകയാണ്, നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്തൊരു കാര്യം ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആണ്. വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ 4 ദിവസം കൂടി ഉണ്ട്. 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ ബാക്കി സെറ്റ് കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആണ്, എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്താണ് ഇവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഇന്ന് എൻ്റെ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സെറ്റപ്പിൽ നമുക്ക് ഇങ്ങനെ പോവാട്ടാ. ഞാനിപ്പോൾ ഉള്ളത് റൂമിലാണ്. ഇവിടുത്തെ ഫെസിലിറ്റി എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. കാരണം ഇവിടുത്തെ മുതലാളിമാരായിക്കോട്ടെ, ഇവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് റൂമിലാണ്. ഒരു വലിയൊരു ക്വാർട്ടേഴ്സ് തന്നെയാണ് കേട്ടോ. 2 റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾ 2 ആളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഒരു ക്വാർട്ടേഴ്സ് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഷോപ്പിലേക്ക് പോവുകയാണ്. 10:30 സമയമായിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഷോപ്പിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ വേങ്ങര നഗരത്തിലെ ഉള്ളിലേക്കുള്ള സ്ട്രീറ്റുകളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടുങ്ങി പിടിച്ച പാതയിലൂടെയൊക്കെ വേണം ഇങ്ങനെ പോകാനായിട്ട്. ഒരു VIP സ്ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ഇടുങ്ങി പിടിച്ച പാതയിലൂടെ പണിയെടുക്കാനുള്ള ആരവമൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കിട്ടേ ഇരിക്കുന്നത് ഞാനും എൻ്റെ കൂട്ടാളിയും. കിവി പ്രീമിയം കമ്പനി ഔട്ട്ലെറ്റ് ഫലോഡ വെസ്റ്റ്. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിവി ഐസ്ക്രീമിൻ്റെ കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന ഫലോഡ ഫെസ്റ്റ് ബൈ 1 get 1 ഓഫറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു മുതലാളി വരുന്നത്. ഞാൻ നേരെ കിച്ചണിലേക്കാണ് കയറി ചെല്ലുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ പങ്കാളി വരുന്നത്, മറ്റൊരു മാസ്റ്ററാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 11 മണിക്കൊക്കെ കയറി വരുന്നത്. 11 മണിക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് 4 ഗ്ലാസ്സിലേക്ക് കണ്ട് ഒഴിച്ച് മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ വന്ന് കഴിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കില്ല. പിന്നെ ഒരേ പണി തന്നെ ആയിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പണി. ഫലൂഡ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1-2 വലിയ പ്രാധാന്യമില്ല കേട്ടോ. 10-15 ഗ്ലാസ്സൊക്കെ വെക്കുമ്പോൾ 10-20-30 അങ്ങനെ നിരത്തി ഒരൊറ്റ പെടയാണ് ബൾക്കായിട്ട്. വരിയായി നിരയായി ഓർഡറുകൾ വരുന്നു. ചറപറാന്ന് അടിച്ച് തള്ളണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2-3 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, ഈ ഒരു മേക്കർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ജ്യൂസ് മേക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. കിവി എൻ്റെ ഇത്ര ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കിവി ഐസ്ക്രീമിൽ വർക്ക് ചെയ്യുന്നത്. കിവി അത് ശരിക്കും കിടിലം തന്നെയാണ്. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം, നല്ല അട്ടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓരോന്നായിക്കോട്ടെ, ടെൻഡർ കോക്കനട്ട് ആയിക്കോട്ടെ, ഒരുപാട് ഐറ്റംസ് ഉള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിവിടെ സ്കൂപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സാമ്പിളിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഫ്രീസറാണ്. ഇതിലുള്ള ഐറ്റംസുകളൊന്ന് നോക്കിയാൽ അറേബ്യൻ ഡിലൈറ്റ് വരുന്നുണ്ട്, അവക്കാഡോ വരുന്നുണ്ട്, കിവി വരുന്നുണ്ട്, പിന്നെ ചിക്കു വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്, ബട്ടർ സ്കോച്ച്, ബ്ലാക്ക് കറൻറ്റ്, ചോക്ലേറ്റ്, സ്ട്രോബെറി, എന്തൊക്കെ ഐറ്റംസുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയാത്ത ഐറ്റംസുകൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസുകളിലെയും ഐസ്ക്രീംസ് ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ബ്ലൂബെറി ഒക്കെ അട്ടാറ് സാധനം. ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ കിടുക്കാച്ച ആയിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിജനമായി കിടക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥലവും, സീറ്റിങ് കാര്യങ്ങളൊക്കെ. കാരണം കസ്റ്റമറൊന്നുമില്ല, ഷോപ്പ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ ഇല്ല, കുറച്ച് ആൾക്കാർ പുറത്ത് പോയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നൈസായിട്ട് ഇവിടെ ഉള്ളവരൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. എൻ്റെ പേര് പറഞ്ഞോ? ഐസ്ക്രീം വന്നിട്ട് എന്താ പറയാ, നാക്കൊക്കെ കോച്ച് പിടിച്ചിരിക്കണ ആകെ സീനാണ്. അപ്പൊ എന്റെ സ്ഥലം എവിടെടാ? ഇവിടെ തന്നെ? എവിടെ? ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? അത് ശരി. നമ്മളടുത്ത് നമ്മളെ കൗണ്ടറിൽ ഉണ്ടാകുന്ന ആളാണ് കേട്ടോ. നമ്മളെ സപ്പോർട്ടറാണ്, നമ്മളെ എന്താ പറയാ ഹെൽപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു 10 ദിവസമായിട്ടുള്ള ഞാനിവിടെ വന്നിട്ട് 10 ദിവസം കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. പേര് പറഞ്ഞോട്? ഫായിസ്. സ്ഥലം ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടുത്തെ മെയിൻ അക്കൗണ്ടന്റ് മെയിൻ ആളാണ്. പേര് പറഞ്ഞടാ? നമുക്ക് ഭയങ്കര കുറച്ച് സമയമുള്ളെങ്കിലും ആ ഒരു സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും കമ്പനി ആയിട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരണം, ഇവിടുന്ന് പോകുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ആൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, കാണണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പോവാന്നുള്ളത് മാത്രം. ഇൻഷാല്ലാ എന്തായാലും തിരിച്ചു തരണം. തിരിച്ചു വരും. ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ, എന്തായാലും തിരിച്ചു തരണം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഏപ്രിൽ അയച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ഡ്യൂട്ടി രാജിവെക്കാൻ പോകണം കേട്ടോ. ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫലൂഡ ഫെസ്റ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. എല്ലാവരും ടയർഡാണ്. അന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലും അടിപൊളി മനോഹരമായിട്ടുള്ള മലപ്പുറത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഞാനിവിടെ സൈനിങ് ഓഫ് പറയാൻ പോവാണ്. ഏപ്രിൽ അയച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു, വിട പറയാൻ പോവുകയാണ്. ഇനിയും നമുക്ക് ഇവരുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ കാര്യങ്ങളൊക്കെ വയനാട്, കോട്ടയം ഭാഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോയി ഒന്ന് നൈസായിട്ടൊന്ന് പെട്ടച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് സൈനിങ് ഓഫ് പറയുകയാണ്. 2-3-4 ദിവസങ്ങളിലായിട്ട് എടുത്തു വെച്ച വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.